സെൻട്രൽ ജയിലിനുള്ളിലേക്ക് ലഹരി എറിഞ്ഞു നൽകിയ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിലായി. നിരവധി കേസുകളിൽ പ്രതിയായ അത്താഴക്കുന്ന് സ്വദേശി മജീഫാണ് പിടിയിലായത്. അതേസമയം കഴിഞ്ഞ ദിവസം ജയിലിലേക്ക് ലഹരി എത്തിച്ച സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന 3 പേർക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിലിനു മുകളിലൂടെയുള്ള ലഹരിയേറിൽ പനങ്കാവ് സ്വദേശി അക്ഷയുടെ അറസ്റ്റാണ് കേസിൽ നിർണായകമായത്. അക്ഷയെ ചോദ്യം ചെയ്തപ്പോഴാണ് ജയിലിനുള്ളിലെ ലഹരി കച്ചവടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നതും സംഘത്തിലെ പ്രധാനിയായ മജീഫിലേക്ക് പോലീസ് എത്തിച്ചേർന്നതും. ലഹരി കൊട്ടേഷൻ കേസുകളിൽ മാത്രമല്ല, സ്വർണ്ണക്കടത്ത് കേസിലും പ്രതിയാണ് പിടിയിലായ മജീഫ്. സാധനങ്ങൾ എറിഞ്ഞു നൽകാൻ ആഴ്ചയിൽ ഒരു ദിവസം തിരഞ്ഞെടുക്കുന്നതാണ് രീതി. നേരത്തെ തന്നെ എറിഞ്ഞു നൽകേണ്ട സ്ഥലവും സമയവും സംബന്ധിച്ച് സംഘത്തിന് നിർദ്ദേശം ലഭിക്കും. മതിലിന് മുകളിലൂടെ കാണുന്ന അടയാളങ്ങളാണ് നേരത്തെ പറഞ്ഞു കൊടുക്കുക. അങ്ങോട്ട് പൊതി കെട്ടിയെറിയുന്നതോടെ മിഷൻ പൂർത്തിയാകും. 1000 മുതൽ 2000 രൂപ വരെ പ്രതിഫലമായി കയ്യിലെത്തും. ആർക്കാണ് എറിഞ്ഞു നൽകുന്നതെന്ന് നിർദ്ദേശം നൽകുന്നവർക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ. ഇതിനു പുറമെ തടവുകാരുമായി നേരിട്ട് ബന്ധമുള്ളവരും ജയിലിൽ ഫോണും ലഹരിയും എത്തിക്കുന്നുണ്ട്. ശനിയാഴ്ചയും ജയിലിലേക്ക് ലഹരി എറിഞ്ഞു നൽകി. രാത്രി ജയിൽ കോമ്പൗണ്ടിന് സമീപം 3 പേർ നിൽക്കുന്നത് കണ്ടതോടെയാണ് ജയിൽ വാർഡന്മാർക്ക് സംശയം തോന്നിയത്. ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കുന്നത് മനസ്സിലാക്കിയ 3 പേരും സ്ഥലത്തു നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഉടൻ ജയിലിനകത്ത് പരിശോധന നടത്തിയതോടെ എറിഞ്ഞു നൽകിയ ബീഡിക്കെട്ടുകൾ കൈയോടെ ഉദ്യോഗസ്ഥർ പിടികൂടുകയായിരുന്നു. 8 കെട്ടുകളിലായാണ് ബീഡി ഉണ്ടായിരുന്നത്. ജയിൽ സൂപ്രണ്ട് നൽകിയ പരാതിയിൽ കണ്ടാലറിയാവുന്ന 3 പേർക്കെതിരെ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് മലയാളം, കണ്ണൂർ.